മീ നാരായണ ദേവി നാരായണ. മൂകാംബിക ജ്യോതിഷൻ ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ 17 മലയാള വർഷം 1101 ആണ്ട് കർക്കിടകം 1 മകം നക്ഷത്രം. ഇന്നത്തെ പ്രധാന സമയങ്ങളും 12 രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലവും പ്രതിവിധികളും ആണ് നമ്മൾ ഇവിടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇന്നത്തെ നല്ല സമയം രാവിലെ 9:15 AM മുതൽ 10:15 AM വരെയും വൈകുന്നേരം 4:45 PM മുതൽ 5:45 PM വരെയുമാണ്. ഇന്നത്തെ രാഹുകാലം രാവിലെ 10:30 AM മുതൽ 12 PM വരെ ആയതുകൊണ്ട് ഈ സമയത്ത് പുതിയ തുടക്കങ്ങളും ശുഭകാര്യങ്ങളും ഒഴിവാക്കുക. ഗുളികകാലം രാവിലെ 7:30 AM മുതൽ 9:30 AM വരെയാണ്. യമകണ്ഠകാലം ഉച്ചയ്ക്ക് 3 PM മുതൽ 4:30 PM വരെയാണ്. ഇനി ഇന്നത്തെ രാശിഫലവും പരിഹാരങ്ങളും. മേടക്കൂറ്. തൊഴിൽ രംഗത്ത് മികച്ച മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ദോഷപരിഹാരത്തിനായി ഇന്ന് രാവിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയോ വലം വയ്ക്കുകയോ ചെയ്യുക. ഇടവക്കൂറ്. കാർത്തികയുടെ മുക്കാൽ രോഹിണി മകീരം അര. അനാവശ്യ ചെലവുകൾ വരാൻ സാധ്യത ഉള്ളതിനാൽ പണമിടപാടുകളിൽ നിയന്ത്രണം വേണം. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടരുത്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. ദോഷപരിഹാരത്തിനായി മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ധനനഷ്ടം ഒഴിവാക്കാൻ സഹായിക്കും. മിഥുനക്കൂറ്. മകീരം അര, തിരുവാതിര, പുണർദം മുക്കാൽ. ദീർഘനാളായി ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വൻ ലാഭം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ദോഷപരിഹാരമായി ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും വിഘ്നങ്ങൾ മാറ്റും. കർക്കിടകക്കൂറ്. പുണർദം കാൽ, പൂയം, ആയില്യം. മാനസികമായി അല്പം സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിവേകത്തോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അനാവശ്യ യാത്രകൾ ഇന്ന് ഒഴിവാക്കുക. ഇന്ന് ആയില്യം നക്ഷത്രമായതിനാൽ സർപ്പപ്രീതിക്കായി നാഗരാജാവിന് വിളക്ക് തെളിയിക്കുകയോ പാൽപ്പായസം വഴിപാട് കഴിക്കുകയോ ചെയ്യുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം കാൽഭാഗം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ദോഷപരിഹാരമായി സൂര്യഭഗവാന് രാവിലെ ജലതർപ്പണം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനവും നടത്തുന്നതും ഉത്തമമാണ്. കന്നിക്കൂറ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്ര ആദ്യ അര. കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കും. പുതിയ സൗഹൃദങ്ങൾ വഴി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി നില മെച്ചപ്പെടും. ദോഷപരിഹാരമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുകയോ ദോഷങ്ങൾ അകറ്റും. തുലാക്കൂറ്. ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമായ ദിവസമാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കും. സാമ്പത്തിക ജീവിതം സന്തോഷകരമായിരിക്കും. ദോഷപരിഹാരം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് കാര്യസിദ്ധി നൽകും. വൃശ്ചികൻ രാശി. വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട. സംസാരത്തിൽ ദേഷ്യം നിയന്ത്രിക്കുക. തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ മറികടക്കും. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായി ഹനുമാനസ്വാമിക്ക് അവൽ നിവേദ്യവും പ്രാർത്ഥനയും നടത്തുന്നത് മനസ്സിന് ധൈര്യവും സംരക്ഷണവും നൽകും.
അടുത്തത് ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനപരമായി ഇന്ന് വളരെ നല്ല ദിവസമാണ്. അപ്രതീക്ഷിത കോണുകളിൽ നിന്നും പണം വന്നു ചേരും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. ദക്ഷിണാമൂർത്തിക്കോ ഗുരുവായൂരപ്പനോ മഞ്ഞപ്പൂക്കൾ കൊണ്ട് മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മകരക്കൂറ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ആത്മവിശ്വാസം വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന സർക്കാർ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. ബിസിനസ്സുകാർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാം. ദോഷപരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം, എള്ളുവിളക്ക് തെളിയിക്കുന്നതും ശനിദോഷ ശമനത്തിന് തടസ്സങ്ങൾ മാറാനും നല്ലതാണ്. കുംഭക്കൂറ്. അവിട്ടം, അര, ചതയം, പൂരോട്ടാതി, മുക്കാൽ ഭാഗം. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്ന ദിവസമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും ഓം നമ ശിവായ ജപിക്കുന്നതും ഐശ്വര്യം നൽകും. മീനക്കൂറ്. പൂരോട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ചെറിയ മാനസിക വിഷമങ്ങൾ വരാമെങ്കിലും കാര്യങ്ങൾ അനുകൂലമായി തീരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഇന്ന് ഒഴിവാക്കുക. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രതിസന്ധികളെയും മറികടക്കാൻ സഹായിക്കും. നന്ദി, നമസ്കാരം.